നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഒലിവ് ഓയിലിന്റെ ഗുണങ്ങളാണ്. പണ്ട് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലാണ് പ്രധാനമായിട്ടും ഒലിവ് ഓയിൽ ഉപയോഗിച്ചു വന്നിരുന്നതെങ്കിൽ ഇന്ന് ലോകത്തിൽ വളരെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിലാണ് ഒലിവ് എണ്ണ. ഇത് വേർതിരിച്ചെടുക്കുന്നത് ഒലിവിന്റെ കായിൽ നിന്നാണ്. ഇത് ഏത് പ്രായത്തിലുള്ള കായിൽ നിന്നാണ് ഓയിൽ എടുക്കുന്നത് എന്നതിനനുസരിച്ച് ഇതിന്റെ നിറം, ഇതിന്റെ രുചി, ഇതിന്റെ മണം ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരു ബ്രൈറ്റ് യെല്ലോ, ഗ്രീൻ അല്ലെങ്കിൽ ഗോൾഡൻ കളറിലാണ് സാധാരണയായിട്ടും ഈ ഒലിവ് ഓയിൽ വരുന്നത്. ഞാൻ ഈ മുൻപ് പറഞ്ഞതുപോലെ പച്ചക്കായാണോ പഴുത്ത കായിൽ നിന്നാണോ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് ഇതിന്റെ നിറം വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഇതിന്റെ സ്മെൽ എന്ന് പറയുന്നത് കുറച്ചൊരു രൂക്ഷമായ ഒരു ഗന്ധമാണ്, ഒരു പഞ്ചൻ സ്മെല്ലാണ്. അതുപോലെ തന്നെ ഒരു ചവർ കലർന്ന ഒരു ചെറിയ ടേസ്റ്റ് ആണ് ഈ ഒലിവ് ഓയിലിന് ഉള്ളത്. ഇനി ഇത് ലോകത്തിൽ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത് കുക്കിങ്ങിന് മാത്രമല്ല, മെഡിസിൻസ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ ബ്യൂട്ടി പ്രോഡക്റ്റ്, സോപ്പ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ മസാജിങ് പോലുള്ള തെറാപ്പീസിനും ഒക്കെ ഒലിവ് ഓയിൽ വൈഡായിട്ട് യൂസ് ചെയ്ത് വരുന്നു. വളരെ പോപ്പുലർ ആയിട്ട് വരും. കുക്കിങ്ങിൽ ഇതിന് പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് തന്നെയാണ്. ഇനി ഇതിന്റെ ന്യൂട്രിറ്റീവ് വാല്യൂ നമുക്കൊന്ന് നോക്കാം. 1 ടേബിൾ സ്പൂൺ, അതായത് 14 ഗ്രാം ഒലിവ് ഓയിലിൽ 119 കാലറിയാണ് അടങ്ങിയിട്ടുള്ളത്. അപ്പം മറ്റ് എണ്ണകളെ പോലെ തന്നെ ഇതൊരു ഹൈ കാലറി ഓയിലാണ്. ഇനി ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ ഇയും വൈറ്റമിൻ കെയും അടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് 14 ഗ്രാം ഫാറ്റാണ് ശരീരത്തിന് ലഭിക്കുന്നത്. അതിൻ്റെ മുഖ്യ ഭാഗവും, അതായത് ഒരു 70% അപൂരിത കൊഴുപ്പാണ്, അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. ഫാറ്റി ആസിഡുകൾ 2 തരത്തിലുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ് SFA എന്നും അൺസാച്ചുറേറ്റഡ് ഫാറ്റുകൾ മുഫ എന്നുമൊക്കെ നിങ്ങൾക്ക് എണ്ണയുടെ പാക്കറ്റുകളിൽ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിലെ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നവയാണ് അധിക അളവിൽ ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ. എന്നാൽ അപൂരിത കൊഴുപ്പ്, പ്രത്യേകിച്ച് ഒലിവ് ഓയിലിൽ അടങ്ങിയിട്ടുള്ള മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിൽ ആവശ്യമുള്ള HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നതിനും അതുപോലെ തന്നെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറച്ച് നിർത്താനും സഹായിക്കുന്നുണ്ട്. ഇനി ഇത് ആൻറ്റി ഓക്സിഡൻസിൻ്റെയും ഒരു വളരെ നല്ല സ്രോതസ്സാണ്. പോളിഫീനോൾസ്, ഫൈറ്റോസ്റ്റിറോൾസ്, അങ്ങനെ പലതരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു നല്ല സോഴ്സാണ് ഒലിവ് ഓയിൽ എന്ന് പറയുന്നത്. ഈ ആൻറ്റി ഓക്സിഡൻസിന് ഹാർട്ട് അറ്റാക്ക് വരുന്നത് തടയാനുള്ള കഴിവുണ്ട്. ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ക്ലംപ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ ആൻറ്റി ഓക്സിഡൻസുകൾക്ക് കഴിവുണ്ട്. ഇനി സേഫായിട്ട് വളരെ ഹെൽത്തിയാണ്, ഹാർട്ട് ഫ്രണ്ട്ലിയാണ് ഒലിവ് ഓയിൽ എന്ന് നമ്മൾ കണ്ടു. അപ്പം എത്രത്തോളം നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാം എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കാലറി വൈസ് നോക്കുകയാണെങ്കിൽ ഹൈ കാലറി പ്രൊഫൈലുള്ള ഒരു ഓയിലാണ് ഒലിവ് ഓയിൽ. അപ്പം സേഫായിട്ട് ഉപയോഗിക്കാവുന്നത് 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 20 ഗ്രാം ഒലിവ് ഓയിലാണ് ഒരു ദിവസം സേഫായിട്ട് ഉപയോഗിക്കാൻ FDA നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാനുള്ള റിസ്ക് കുറച്ച് നിർത്താൻ സാധിക്കും. ഹാർട്ട് ഡിസീസ് മാത്രമല്ല, സ്ട്രോക്ക്, അൾഷൈമേഴ്സ്, ക്യാൻസർ, ഡയബറ്റിസ്, ഒബിസിറ്റി മുതലായവയുടെ ഒക്കെ റിസ്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞിരുന്നു, ഇത് നല്ല ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു സോഴ്സ് ആണെന്ന്. ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ പുറംതള്ളുന്നു. ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നവയാണ്. ഇൻഫ്ലമേഷൻസ് ആണ് പല തരത്തിലുള്ള രോഗങ്ങൾക്ക് ഒരു കാരണം. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ മാർക്കറായ C റിയാക്റ്റീവ് പ്രോട്ടീൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സ്ഥിരമായ ഒലിവ് ഓയിലിൻ്റെ ഉപയോഗത്തിന് സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഗുണമെന്ന് പറയുന്നത് ഇത് ഹാർട്ടിന് പ്രൊട്ടക്ഷൻ നൽകുന്നു. അത് പലതരത്തിലാണ്. BP കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ LDL കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ, HDL കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനായിട്ട്, അതുപോലെ ബ്ലഡ് വെസൽസിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒലിവ് ഓയിൽ. അതുപോലെ തന്നെ ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ് ക്ലംപ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഇത്തരത്തിൽ പല രീതിയിൽ കൂടെ നമ്മുടെ ഹാർട്ടിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ഒലിവ് ഓയിൽ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, ക്യാൻസർ വരുന്ന റിസ്ക് കുറച്ച് നിർത്തുന്നു. പ്രത്യേകിച്ച് ബവൽ ക്യാൻസർ, കോളൻ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ മുതലായവ വരുന്നത് തടയാനായിട്ട് ഈ ഒലിവ് ഓയിലിലുള്ള ചില ആൻറ്റി ഓക്സിഡൻസ് റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഹൈഡ്രോക്സി ടൈറോസോൾ, അതുപോലെ തന്നെ ടോക്കോഫെറോൾ മുതലായ ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇതിനു വേണ്ടി സഹായിക്കുന്നത്. ഇനി മറ്റൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടൈപ്പ് 2 ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് ടൈറോസോൾ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഈ ആൻറ്റി ഓക്സിഡൻറ്റ് സഹായിക്കുന്നു. ഒലിവ് ഓയിൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡയബറ്റിസ് വരാനുള്ള റിസ്ക് കുറഞ്ഞിരിക്കുന്നതായിട്ട് സ്റ്റഡീസ് വെളിപ്പെടുത്തി.
ഒലിവ് ഓയിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു സാധ്യതയും കുറച്ചു നിർത്താനായിട്ട് സഹായിക്കുന്നു. കൊളസ്ട്രോൾ, BP, ബ്ലഡ് വെസൽസിൻ്റെ ആരോഗ്യം മുതലായവ മെച്ചപ്പെടുത്തുന്നതിലൂടെയാണ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കുറച്ചു നിർത്തുന്നത്. ഇനി ഒലിവ് ഓയിലിന് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട്, ആൻറ്റി വൈറൽ ആൻഡ് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉണ്ട്. അതിന് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒലിയോപ്പിൻ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇനിയും ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ മെമ്മറി ഡെഫിസിറ്റ് മുതലായ ബുദ്ധിമുട്ടുകൾ, അതായത് ഓർമ്മക്കുറവ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഒലിവ് ഓയിലിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ഡിപ്രഷൻ, ആങ്സൈറ്റി കുറയ്ക്കാനും ഒലിവ് ഓയിൽ വളരെ നല്ലതാണ്. ബോണിൻ്റെ ആരോഗ്യത്തിനും, അതായത് എല്ലുകളുടെ ആരോഗ്യത്തിനും സ്കിന്ന്, നമ്മുടെ ത്വക്കിൻ്റെയും നമ്മളുടെ മുടിയുടെയും ആരോഗ്യത്തിനും ഒലിവ് ഓയിൽ വളരെ ഗുണം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനു പുറമെ അൾഷൈമേഴ്സ് ഉള്ള ആളുകൾക്ക് ആ അവസ്ഥയ്ക്ക് മെച്ചപ്പെടുത്താൻ ഒലിവ് ഓയിലിൻ്റെ ഉപയോഗം കൊണ്ട് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സന്ധിവാതമുള്ള ആളുകൾക്കുണ്ടാകുന്ന ജോയിൻസിനുണ്ടാകുന്ന പെയിനും സ്വെല്ലിങ്ങും ഒലിവ് ഓയിലിൻ്റെ ഉപയോഗം വഴി കുറയ്ക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ദഹനശേഷിയും അതുപോലെ തന്നെ വയറ്റിൽ നിന്ന് പോകാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാനും ഒലിവ് ഓയിലിന് കഴിവുണ്ട്. ഇങ്ങനെ പല ഗുണങ്ങളുള്ള ഓയിലാണ് ഒലിവ് ഓയിൽ. പ്രധാനമായിട്ടും ഒലിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഒലീക് ആസിഡ് എന്ന് പറയുന്ന മുഫായും ഇതിനകത്തെ ആൻറ്റി ഓക്സിഡൻസുമാണ് ഈ പറഞ്ഞ ഗുണങ്ങൾക്കെല്ലാം കാരണമാകുന്നത്. അപ്പോൾ ഒലിവ് ഓയിലിനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ടൈപ്സ് ഓഫ് ഒലിവ് ഓയിൽ, അതായത് പല ടൈപ്പ് ഒലിവ് ഓയിൽ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്, അതിനെക്കുറിച്ച് കാണാം. താങ്ക് യു.